ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല, പാതാളത്തിൽ വിടുകയില്ല. ആ വാക്കിനകത്തൊരു ഒരു അതോറിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പാതാളത്തിൽ പോകില്ലെന്നല്ല, ഞാൻ ദ്രവത്വം കാണില്ലെന്നല്ല, ദൈവം ഇങ്ങോട്ട് പറയുക. ദൈവം എന്ന് പറയുന്നേ, നിന്നെ പാതാളത്തിൽ ഞാൻ വിടുകയില്ല, നിന്നെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ആ വാക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു അസാധാരണമായിരിക്കുന്ന അധികാരം നമ്മുടെ മേൽ വരികയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം സർവശക്തനല്ലേ, ഏകാധിപതിയല്ലേ? ദൈവത്തിന് ഈ ലോകത്തിൽ ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോഴാണ്. ഇതിന് മുമ്പിലത്തെ ജനസംഖ്യ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ആദാമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിച്ചിരുന്നൊരു കാലം ഇതിനു മുമ്പില്ല. സ്തോത്രം. അത് അന്ത്യകാല ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ഈ രാത്രിയിൽ പ്രസംഗ വിഷയം അതല്ലാത്തതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. നിങ്ങൾ ചിന്താശക്തി ഉള്ളവരായിരിക്കാൻ. സ്തോത്രം. ഇവരുടെ മേലെല്ലാം ദൈവത്തിന് അധികാരമില്ലേ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, ഫ്രീ വില്ലില്ല. ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചിന്തിക്കാനും തീരുമാനിക്കാനും തീരുമാനപ്രകാരം ജീവിക്കാനൊക്കെ. ഒരു കമ്പ്യൂട്ടർ പോലെ അല്ല. ഈ കീബോർഡ്, കമ്പ്യൂട്ടർ, ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിനകത്ത്. അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇഷ്ടത്തിന് സ്തോത്രം ചാടി വരാനൊക്കെയല്ല. അപ്പോൾ നമ്മൾ പാടിയ പാട്ട് അവിടെ നിന്ന് അതിനകത്ത് സ്തോത്രം വേഴ്സ് വ്യൂവിൽ എവിടെയെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണോ കമാൻഡ് ചെയ്തത് അതേ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറിന്. ശരിയല്ലേ? സ്തോത്രം. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് ഇന്ന് രാവിലെ, നാളെ രാവിലെ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് തീരുമാനിക്കാം, സ്തോത്രം, പള്ളിയിൽ പോകണം, ബാറിൽ പോകണം, അല്ലേ? സ്തോത്രം. ഇവിടെ എനിക്കറിയില്ല, നാട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാം. എങ്ങോട്ടും പോകാം. ബാറിൽ പോയിന്നും വെച്ചോണ്ട് പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച വണ്ടി ഇടിയുടെ ബഹളമായിരിക്കും നാട്ടിൽ. അന്നേരമൊന്നും പറ്റിയല്ല. കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്താൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് അതോറിറ്റി ഉണ്ട്, ശരിയാണ്. പക്ഷെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വലുതായി കാണുമ്പോൾ അന്നു മുതൽ ദൈവം അവരുടെ അപ്പനായി മാറുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികാരമുള്ളത് അപ്പനാണ്, ബൈബിൾ വ്യൂവിൽ, കേട്ടോ. ഏറ്റവും അധികാരം. അതുകൊണ്ടാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ സ്തോത്രം ആവശ്യപ്പെടുന്നത്. ദൈവത്തെ മുതലാളി എന്ന് വിളിക്കാൻ ഒരു വാക്ക് പോലും ഇല്ല. യജമാനനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു ഇവിടെ വന്നിട്ട് എന്താ പഠിപ്പിച്ചത്? പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സാറേ എന്ന് വിളിക്കാനല്ല, രാജാവേ എന്ന് വിളിക്കാനല്ല, യജമാനനെ എന്ന് വിളിക്കാനല്ല, മുതലാളിയെന്ന് വിളിക്കാനല്ല, ദൈവമേ എന്ന് പോലും വിളിക്കാനല്ല. പിന്നെ എന്താ പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാന്ന് വിളിക്കാൻ. ഗലാത്യലേഖനത്തിൽ വാക്യമുണ്ട്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെ എന്തിനാ? അപ്പാന്ന് വിളിക്കാൻ. ഒരു ബന്ധം തന്നതാ ദൈവം. ലോകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 850 കോടി ആളുകളുടെ അപ്പനല്ല ദൈവം. അണ്ടാ നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നു. സത്യമായിട്ട് 850 കോടി ആളുകളുടെയും അപ്പനല്ല ദൈവം. ദൈവം മനുഷ്യനുമായിട്ടുള്ള പ്രാഥമിക ബന്ധം സൃഷ്ടാവും സൃഷ്ടി എന്നുള്ളതാണ്. എല്ലാവരുടെ സൃഷ്ടാവാണ് ദൈവം. പക്ഷെ ദൈവം അപ്പനാകണമെങ്കിൽ വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ മോനായി ജനിക്കണം. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അല്ലാതെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ച എല്ലാവർക്കും ദൈവമക്കളാകാന്നല്ല. അങ്ങനെയാണോ? അന്നമ്മാന്നോ ചാക്കോന്നോ പേരിട്ടതിൻ്റെ പേര് ദൈവമക്കളായി എന്നാണോ? നിങ്ങൾ പിണങ്ങുന്നുണ്ടോ? സ്തോത്രം. പിണങ്ങിയാലും പ്രസംഗം ട്രാക്കിൽ വീണു, ഇനി കഷായം കുടിക്കുമ്പോൾ കുടിച്ചേ പറ്റൂ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് സംഭവം വഴുതിപ്പോയി. സംഭവം ഇപ്പോൾ ദൈവമാണ് പറയുന്നത്. തുടക്കമൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി, പക്ഷെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന വാക്കല്ല പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പറയാം, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അന്ന് ദൈവം നമ്മുടെ അപ്പനായി മാറുന്നു.
ഭൂമിയിൽ ഏറ്റവും വലിയ അധികാരം അപ്പനാണ്. സ്തോത്രം, അപ്പനാണ്. അപ്പൻ്റെ അധികാരം നമ്മുടെ മേൽ വരാം. അപ്പം പറയുകയാണ്, എൻ്റെ മോനെ പറയില്ലേ, പല അപ്പന്മാരും പറയില്ലേ, സ്തോത്രം, അപ്പം വലിയ കഴിവുള്ളവനായിരിക്കുകയല്ല, മോനെ തേടി രണ്ടുപേരും വന്നിരിക്കുക, എന്നാലും പറയും എൻ്റെ നെഞ്ചത്തി ഓട്ടിയിട്ട് അവനെ തൊടാൻ പറ്റുള്ളൂ എന്ന്. നമ്മുടെ നാട്ടിൽ എത്ര അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്? ഒന്നും ചെയ്യാനില്ല, അൻപൊക്കെ ചിലപ്പോൾ അപ്പനെ തള്ളിയിട്ട് കൊണ്ടുപോയിരിക്കും, പക്ഷെ അപ്പൻ പറഞ്ഞിരിക്കും. കാരണം അത് അപ്പൻ്റെ ബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഈ കർത്താവിനെ സ്വന്തമാക്കിയാൽ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിയാൽ, അവിടെ മുതൽ ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ മേൽ അസാധാരണമായി വരികയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി തെളിവ് ബൈബിളിൽ കിട്ടും. ഞാൻ വളരെ പരിചയമായ തെളിവ് തരാം. നിങ്ങൾക്ക് തെളിവ് വേണ്ട, കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ആ സാധനം പിടിച്ചു എന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ നിങ്ങളെ പ്രഭാഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾക്കറിയാമോ, പത്രോസിൻ്റെ അടുക്കൽ ലൂക്കോസ് 5-ാം അധ്യായത്തിനകത്ത് തിബ്രിയാസ് കടലിൽ ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒരു മുക്കുവന്മാരും ഒന്നും കിട്ടാതെ ഇരുന്ന ആ സമയത്ത് രാവിലെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ പടക് ഇച്ചിരി കരയിൽ നിന്ന് നീക്കിയിടാമോ എന്ന് അപേക്ഷിച്ചു. സ്തോത്രം, അപേക്ഷിച്ചു, ഇച്ചിരി നീക്കിയിടാമോ എന്ന്. സ്തോത്രം, പത്രോസിനോട്, അല്ലെങ്കിൽ ആ പടകിൻ്റെ ഉടമസ്ഥരോട് കർത്താവ് അവിടെ പറയുന്ന വാക്യതാണ്. സ്തോത്രം, അവനോട് നോക്കി, 3-ാം വാക്യം നോക്കി, ആ പടകിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. സ്തോത്രം, അപേക്ഷിച്ചു. അപ്പൊ ആദ്യം പതുക്കെ വരികയാണ്. ആ രംഗം നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യണം. ഒന്നും പിടിക്കാതെ മുക്കുവന്മാരെല്ലാം രാത്രി മുഴുവൻ വീശിയിട്ട്, ചാകരയില്ലാത്ത രാത്രി, ഒരു മീൻ പോലും കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് വല കഴുകി വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് പതുക്കെ നടന്ന് വന്നിട്ട് ശീമോനുള്ള പടകിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു. സ്തോത്രം, എൻ്റെ ഭാവന ഞാൻ പറയാം. യേശു ആണെന്ന് പത്രോസിനും മനസ്സിലാകുന്നില്ല. എന്നാൽ കർത്താവ് ഉന്നം വെച്ചാണ് വന്നിരിക്കുന്നത്. കർത്താവ് പിടികൊടുക്കാതെ, ഞാൻ ദൈവമാണ്, ഈ പടകിൻ്റെ ഉടമസ്ഥനാരാ, നീക്കട എന്നും പറയുകൊണ്ട് അങ്ങനെയൊന്നുമല്ല യേശു പറഞ്ഞെന്ന് അപേക്ഷിച്ചു. എങ്ങനെയാ? സ്തോത്രം, ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അന്ന് കയറിക്കോട്ടെ, ഇച്ചിരി ഒന്ന് നീക്കിയിട്ട് തരാമോ എന്ന് അപേക്ഷിച്ചു. കാരണം അവിടെ പത്രോസുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നും കർത്താവിനില്ല. പക്ഷേ യേശു ആ പടകിൽ കയറി എന്ന് ഉപദേശിച്ചത് എഴുതിയിരിക്കുന്നത്. പത്രോസ് അടക്കം എല്ലാവരും ഉപദേശം കേട്ടു, അനുസരിച്ചു, പടക് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം, യേശു ക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലെ പല വേർഷനിലും പറഞ്ഞു എന്നേ ഉള്ളൂ, ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ അപേക്ഷിച്ചു എന്നാണോ പറഞ്ഞു എന്നേ നമ്മുടെ പ്രാഥമിക ഭാഷയിലുള്ളൂ. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ സ്തോത്രം പറയപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്. പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം എല്ലാം കഴിഞ്ഞപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു എന്നല്ല, യേശു കൽപ്പിച്ചു, ആഴത്തിലേക്ക് നീക്ക്, വലയെറിയ. സ്തോത്രം, പെട്ടെന്ന് അവിടുത്തെ റെസ്പോണ്ട് നിങ്ങൾ നോക്കിയേ. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് നീക്കിയിറങ്ങി കൽപ്പിച്ചു. ശീമോൻ എന്തെന്നാ വിളിച്ചേ? 5-ാം വാക്യത്തിൽ കണ്ടോ? അതിലെ ശീമോൻ നാഥ. എന്താ വിളിച്ചേ? നാഥ. സ്തോത്രം, നാഥ എന്ന് പറഞ്ഞാൽ ഈ പടകിലേക്ക് കയറിയപ്പോൾ നാഥനാണോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ കുറച്ചു നേരം പടകിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും പറയാതെ പത്രോസ് വിളി മാറ്റി. സ്തോത്രം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു മുക്കുവന്റെ അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ പറഞ്ഞേനെ, വന്ന കാര്യം നടന്ന്, ഞാൻ നീ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട, പടക് നീക്കണം, നീക്കിയെന്ന്, ഇയാൾക്ക് പണി കഴിഞ്ഞെങ്കിൽ പോകാൻ നോക്കുക, ഞങ്ങൾക്ക് പണി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ അവിടെ പറഞ്ഞെന്നല്ല, അവിടെ കൽപ്പിച്ചു, കമാൻഡ് ചെയ്തു. അപ്പോഴാണ് പറയുന്നത്, ആ കൽപ്പനയുടെ വെളിച്ചത്തിലാ നാഥ എന്നൊരു വിളിയുണ്ടായത്. സ്തോത്രം, വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ഒന്നും പറയാനൊന്നും കേൾക്കട്ടെ, നിങ്ങൾ വീശിക്കോളാം, എങ്കിലും നിന്റെ വാക്കിന് വലയിറങ്ങാം. വീശി. അപ്പം ഞാൻ പറയാൻ വന്നത്, യേശുക്രിസ്തുവിനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഒരധികാരം വരികയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇവിടുത്തെ യോഗത്തിന് വരാം, പാട്ട് പാടാൻ പോകാം, പക്ഷെ നിങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ ഒരു അധികാരം വരികയില്ല.
സ്തോത്രം. ഒരു അതോറിറ്റി ഉണ്ടാകുകയില്ല, ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുകയില്ല. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴിച്ചാൽ, നിങ്ങൾ കാണേണ്ടവണ്ണം കണ്ടാൽ, വെക്കേണ്ടടത്ത് വെച്ചാൽ, അന്നു മുതൽ സ്വർഗത്തിന് നിങ്ങളുടെ മേൽ ഒരു ഹൈലി ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഞാൻ പറയുന്ന സത്യമാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം. ഭയങ്കര അതോറിറ്റി ഉണ്ടാവുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നെ എൻ്റെ മുമ്പിൽ ഈ ആധുനിക കാലത്ത് എങ്ങനെയും കുതിച്ച് കൂത്താടി ജീവിച്ച് തീർക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ, സ്തോത്രം, നിന്റെ നല്ല പ്രായത്തിൽ ലോകം മുഴുവൻ ദൈവത്തെ തള്ളുമ്പോൾ, ദൈവം ഇല്ലെന്ന് പ്രചരിപ്പിക്കുമ്പോൾ, നീ എന്നെ നിന്റെ മുമ്പിൽ വെക്കാൻ മനസ്സ് വെച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, നിന്നെ ഞാൻ പാതാളത്തിൽ വിടില്ല. അതൊരു അധികാരത്തിന്റെ ശബ്ദമാണ്. നീ ദ്രവത്വം കാണുകയില്ലെന്നല്ല, കാണാൻ ഞാൻ സമ്മതിക്കില്ല. അതിൽ വലിയ ഭാഗ്യമൊന്നുണ്ട് പ്രിയരെ, അതിൽ വലിയ ഭാഗ്യമൊന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, ഞാൻ നിങ്ങളെ തന്നെ എക്സാമ്പിൾ എടുക്കാം. സ്തോത്രം. 10-15,000 കിലോമീറ്ററുകൾക്കപ്പുറം നിങ്ങളുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്. നിങ്ങളിവിടെ വലിയ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന വേളയിൽ അവരവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ മോളെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. സ്തോത്രം. അവിടെ ഏതെങ്കിലും മൊബൈലിന് റേഞ്ച് ഇല്ലാത്തൊരു മലയിലിരുന്നുകൊണ്ട് അമ്മ പറഞ്ഞാൽ ഇവിടെ വല്ലതും നടക്കുമോ? പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാനാണ് അവളെ ഇവിടെ അയച്ചത്, നിന്നെ തിരിച്ചുവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദൈവം പറഞ്ഞാൽ, അത് പറയണമെങ്കിൽ 200 രൂപ കൈക്കൂലി കൊടുത്താലോ 500 രൂപ ദശാംശം കൊടുത്താലോ പറ്റിയല്ല. കർത്താവിനെ മുമ്പിൽ വെക്കണം. അങ്ങനെ വെച്ചാൽ സ്വർഗം പറയും, നിന്നെ ഞാൻ വെറും കൈയോടെ വിടിയേല, നിന്നെ ഞാൻ നിന്നാപാത്രമാക്കിയേല, നിന്നെ ഞാൻ അപമാന വിഷയമാക്കിയേല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയല്ല. നീ ദ്രവിച്ചു പോകുകയല്ല, നീ തകർന്നു പോകുകയല്ല, നീ കരഞ്ഞോണ്ട് പോകേണ്ട വരില്ല, നിന്റെ ജീവിതം ശിഥിലമാകില്ല, നീ ഒന്നുമില്ലാത്തവനാകില്ല, നീ തകരാൻ അനുവദിക്കുകയില്ല എന്ന് സ്വർഗം നിന്റെ മേൽ ഒരധികാരം എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ ദൈവത്തെ കാണേണ്ട പോലെ കാണണം. സ്തോത്രം. ഞാൻ പച്ച സുവിശേഷം പറയുന്നത് കേട്ടോ. വാസ്തവത്തിൽ നിന്ന് സുവിശേഷം പറയാനല്ല ഞാൻ നിന്ന്. സുവിശേഷം പറയാനെന്ന് പറഞ്ഞാൽ പിന്നെ കഥ പറയാൻ നിന്നല്ല. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. പക്ഷെ ദൈവാത്മാവ് ഇപ്പോൾ ഈ രാത്രി ആർക്കോ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളുടെ സത്യസന്ധമായ സുവിശേഷം ഞാൻ പറയുക. യേശുക്രിസ്തുവിനെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കിട്ടുന്നതിനേക്കാൾ, നിങ്ങളുടെ മാതൃരാജ്യം നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ, നിങ്ങളെ ചങ്കിലിട്ട് സ്നേഹിക്കുന്ന അപ്പൻ പറയുന്നതിനേക്കാൾ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, പാതാളത്തിലെ മുഴുവൻ ശക്തികൾ നിന്നെ ഇവിടെ ബിഗ് സീറോ ആക്കി വിടാൻ വേണ്ടി വ്യാപരിച്ചാലും, നിന്റെ കുടുംബത്തിനെതിരെ ആരെങ്കിലും നീ തലകുനിച്ച് തിരിച്ചു വരാൻ വേണ്ടി ആഭിചാരം അടക്കമുള്ള എന്തൊക്കെ പണി ചെയ്താലും, സ്വർഗത്തിലെ ദൈവം അവിടെ ഇരുന്നുകൊണ്ട് പറയുക, എൻ്റെ മകനെ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ കുഴിയിൽ ഇറങ്ങി പോകാൻ ഞാൻ സമ്മതിക്കില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ ഒരു ശക്തിക്കും കഴിയേല. സ്തോത്രം. അപ്പൊ അത്രയ്ക്ക് നമ്മുടെ മേൽ ദൈവത്തിന് സ്വാധീനമുണ്ടാകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ സ്തോത്രം വലിയ സാരമില്ലാത്ത രീതിയിൽ പോകാം. അതല്ല, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും നമ്മൾ വേറെ മാനുഷികമായിട്ടും ചെയ്യാൻ, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിന്, ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവം നമ്മളെ വിശ്വസിക്കും. ദൈവം നമ്മളെ വിശ്വസിക്കും. നമ്മളിപ്പോൾ ഓർത്ത് നോക്കി, നമ്മളൊരു കാര്യം സ്തോത്രം നടത്തിപ്പിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മേടിക്കുക. നമ്മൾ പറയും 100 രൂപ പേപ്പറിനകത്ത് എഴുതി തരണം, 2 പേരെ ജാമ്യം തരണം. ഇതൊക്കെ നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ അത്ര സംഭവം ഉണ്ടെങ്കിൽ പറ്റും. കാരണം നമ്മളെ വിശ്വാസമില്ല, നമ്മൾ ഇന്ത്യൻ പൗരനാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് പറയുകയാണ് സ്തോത്രം ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ലോൺ തരികയല്ല. നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേര് പറയും, പറമ്പിൻ്റെ ആധാരം കൊണ്ടുവരാൻ പറയും, വില്ലേജ് ഓഫീസറോട് കുടിയുടെ സർട്ടിഫിക്കറ്റ് മുതലെല്ലാം കൊണ്ടുവരാൻ പറയും. അതും പോരാതെ വരുമ്പോൾ നിങ്ങളോട് പറയും ഏതെങ്കിലും ഗവൺമെൻറ് സാലറി ഉള്ള ആളുടെ സാലറി സർട്ടിഫിക്കറ്റ് തരാൻ പറയും, 2 ജാമ്യക്കാരെ തരാം. കാരണം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്.
സ്വന്തം അപ്പൻ പൈസ കൊടുത്താൽ മോൻ്റെ എന്ന് എഴുതി മേടിക്കുമെന്ന് പറയുന്നു. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. സ്തോത്രം. പക്ഷെ ദൈവം നമ്മളെ വിശ്വസിക്കുന്നത് നമ്മൾ കൈ മുറിച്ച് ചോരയും കൊണ്ട് നെറ്റിയിൽ എഴുതിയിട്ടല്ല. പിന്നെ നമ്മളൊരു വാക്ക് പറയുക, കർത്താവേ അങ്ങൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയുന്നു. ജാമ്യക്കാരനെയും കൊടുത്തില്ല, 1 രൂപ കൈക്കൂലിയും കൊടുത്തില്ല, സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷയും വെച്ചില്ല. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് മനസ്സുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് പറഞ്ഞാൽ സ്വർഗം വിശ്വസിക്കും. സ്വർഗം വിശ്വസിക്കും. ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുമെന്ന് അറിയില്ല. നമ്മളാ പിന്നെയും നമ്മളെന്ത് പറയുന്ന അറിയാം. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, പാസ് പ്രാർത്ഥിച്ചിട്ട് ദൈവം ചെയ്യുവാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാം. മുപ്പത്തേക്ക് വിശ്വാസമില്ല, ചെയ്ത് തരുവാണെങ്കിലേ നമ്മളാ ഡിമാൻഡ് വയ്ക്കുന്നത്. ദൈവം പറയുന്നു നീ വെട്ടിലേനും കുഴപ്പമില്ല, ഞാൻ അങ്ങ് ചെയ്ത് തന്നേക്കാം. അതാ ദൈവം. സ്വന്തം മനസ്സിലായോ? അപ്പം നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ദൈവത്തോട് നമ്മളൊരു വാക്ക് പറയുകയാണ്. ഇന്ന് രാത്രി നമ്മളൊരു എന്താ പറയുക, ഒരു വസ്തു എടുത്ത് വെക്കുന്ന പോലെ മുമ്പിലേക്ക് വെക്കാനൊന്നും പറ്റിയല്ലോ. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് പറയുക, ഞാൻ ഇന്ന് രാത്രി മുതൽ അങ്ങയെ മുമ്പിൽ കണ്ടുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. അങ്ങാണ് എനിക്ക് വലുത്. അങ്ങ് കണ്ടിട്ടേ ബാക്കി എന്തും ഉള്ളൂ. എൻ്റെ അപ്പനേക്കാൾ അമ്മയേക്കാൾ അവരൊക്കെ നമുക്ക് ജീവൻ്റെ ജീവനാണ്. പക്ഷെ അവരെക്കാൾ ഈ രാജ്യത്ത് വന്നപ്പോൾ ഇങ്ങനൊരു സന്ദേശം കേൾക്കാൻ ഒത്തതുകൊണ്ട് അങ്ങേ എൻ്റെ മുമ്പിൽ ഇന്ന് ഞാൻ വാഴിക്കുകയാണ്. അതിന് രൂപമില്ല, രൂപക്കൂടില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങളൊരു പക്ഷെ നാട്ടിൽ ഒത്തിരി പ്രാർത്ഥനയിലും യോഗത്തിലൊക്കെ പങ്കെടുത്ത് വന്നവരായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു സംഭവം ലൈഫിൽ ഇന്ന് വരെ നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി പറയുക. ഞാനെപ്പോഴും പറയാറുണ്ട്, എല്ലാ കാര്യവും ഒന്നും മൊത്തത്തിൽ സ്തോത്രം നമ്മൾ പഠിച്ചിട്ടല്ല, ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. 10-35 വർഷമായി ഇരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസനടക്കം ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്ന, കർത്താവേ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്, ദൈവത്തെ മുമ്പിൽ വെക്കുക എന്നൊരു പ്രോസസ്സുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു സംഭവം തന്നു വിടുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് പറയുക, ഞാൻ ഇന്ന് മുതൽ അങ്ങയെ മുമ്പിൽ വെച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്തു, സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തു. അപ്പം ദൈവം ഇങ്ങോട്ട് പറയുകയാണ്, നീ എന്നെ മുമ്പിൽ വെച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടിയല്ല. അപ്പോൾ 2 വാക്കെന്നെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ചിട്ടുണ്ട്. ദൈവം പറയുന്നടാ ഞാൻ സമ്മതിക്കുകയല്ല. ബൈബിളിൽ കുറേ വാക്കുകൾ ഞാൻ അങ്ങനെ പറയാം, ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കും. കുറേ വാക്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സ്തോത്രം. നിങ്ങൾ വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. വേണമെങ്കിൽ സ്തോത്രം ഒന്ന് നോക്കിയോ. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യം നോക്കാമോ? സമ്മതിക്കുകയില്ലെന്ന് കർത്താവ് പറയുന്ന ഒരു 3-4 വാക്യം ഞാൻ കാണിച്ചെന്ന് അവസാന ഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വായിച്ചേ 55-20. അടുത്ത വാക്ക് ആ വാക്കിനകത്താണ് അതോറിറ്റി. നീതിമാൻ കുലുങ്ങിപ്പോകയില്ലെന്നല്ല പറയുന്നത്, ദൈവം സമ്മതിക്കുകയല്ല. എത്ര കുലുക്കിയാലും എത്ര ഇട്ട് ഇളക്കിയാലും എന്നെ വിശ്വസിച്ച, ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ ഭാഗത്ത് നീതിമാൻ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പഴയ നിയമത്തിനകത്തെല്ലാം സ്തോത്രം ഇത്രയും ഒരു അപ്പൻ മകൻ ബന്ധം അത്രയും ഡീപ്പായിട്ട് കാണാം. അപ്പനും മകനാക്കിയായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ ബന്ധം യേശു വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ബന്ധം ഇവിടെ ഉറപ്പിച്ചത്. ഒന്നാണ് മക്കളുടെ അപ്പം എന്ന ബന്ധമാണ്. പഴയ നിയമത്തിൽ നീതിമാൻ വിശുദ്ധൻ എന്നൊക്കെയുള്ള വാക്കുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ ബന്ധങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജനം എന്നാണ് കൂടുതലും പറയാറുള്ളത്. എൻ്റെ ജനം, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കാം, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. സ്തോത്രം. പക്ഷെ പുതിയ നിയമത്തിൽ മക്കൾ എന്ന ഭാഗം വന്നു. അതുകൊണ്ട് തത്വത്തിന് ഇതൊക്കെ ഒരുപോലെയുള്ളൂ. അപ്പോൾ നീതിമാനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സിന് വിധേയപ്പെടുകയാണ്. നീതി മാത്രം ചെയ്തത് കൊണ്ടല്ല, ദൈവം നമ്മളെ നീതിമാനായിട്ട് സ്തോത്രമാക്കി വയ്ക്കുക. അങ്ങനെ ഒരുത്തനെ ദൈവം കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 66-ാം സങ്കീർത്തനത്തിന് 9, ഞാൻ 2 പറഞ്ഞു വിടാം, വായിച്ചിട്ടുണ്ട്. 66-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കില്ല. ആ സമ്മതിക്കില്ല എന്നുള്ള വാക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ മാത്രം പേന ഉണ്ടെങ്കിൽ വരയിട്ട് വെച്ചു. സമ്മതിക്കില്ല മൊത്തത്തിൽ വരയിടുവാണെങ്കിൽ പിന്നെ
ബൈബിൾ സൊസൈറ്റിക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ, അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും വരയിട്ടെങ്കിൽ അന്നൊക്കെ. പക്ഷെ അത്ര ബെറ്റർ നമുക്ക്, കാരണം എല്ലാം കൂടി വരയിടല്ല, ആ വാക്ക് മാത്രം ഒന്ന് വരയിടണേ, അതാ സമ്മതിക്കില്ല. എത്രയോ പേര് വഴുതി പോകുന്നു. പക്ഷേ നമ്മളും വഴുതുമെന്ന് തോന്നും. കാല് വഴുതുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിന് 94 സങ്കീർത്തനത്തിന്റെ 18 വാക്യമാണോ നോക്കി. 94 സങ്കീർത്തനത്തിന്റെ 18 വാക്യം, 94:18. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ. അത്രേ ഉള്ളൂ. ദൈവമായിട്ട് നമുക്ക് അത്ര ഒരു അഫിക്ഷൻ, ഒരു ബന്ധം ഉണ്ടായാൽ കാല് വഴുതുന്ന പോലത്തെ പ്രശ്നം വരും. അപ്പം നെഞ്ചത്തടിക്കണ്ട, ബഹളം വെക്കണ്ട, BP മരുന്നെടുത്ത് കഴിക്കണ്ട, ആസ്പത്രിയിൽ പോയി ട്രിപ്പിട്ട് കിടക്കണ്ട. അത് ഇത്രയും ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എൻ്റെ കാല് വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല എഴുതിക്കുന്നത്. എത്ര സിമ്പിളായി. പണ്ട് കാല് വഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ ആത്മീക അർത്ഥമുള്ളത് ഒക്കെ ഒരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല. ശമ്പളം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, കിട്ടിയാൽ തികയുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും രോഗം വരുന്നു, സ്തോത്രം, വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ജീവിതത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കങ്ങ് നിൽക്കാൻ പറ്റാതെ വരുമ്പോഴായി കാല് വഴുതുക എന്നുള്ള വാക്ക് ബൈബിളിൽ വരുന്നത്. അത് ചെളി കയറി തെന്നിപ്പോയതിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന പുസ്തകമല്ല ഇത്. പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ 2 പേര് ജോലി ചെയ്തിട്ട് നിൽക്കാൻ പറ്റാത്ത എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇത്രയും പേരെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, കാരണം നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നാകുന്നു, പ്രശ്നമാകുന്നു. ഈ എന്ത് പ്രശ്നം എന്നറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാം കേട്ടോ. ഞാൻ ഒത്തിരി പേരുടെ കാര്യം നോക്കിക്കൊണ്ട് പറയുന്നറിയാം. കൊച്ചു കാര്യം മതി. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ടപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വിട്ടത്. അന്ന് മുതൽ തുടങ്ങേണ്ടത് ചികിത്സ. എൻ്റെ അടുത്തൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നു. സ്വത്ര ഒരു കേൾക്കുമെന്നറിയില്ല. ഞാൻ പോകുന്ന മീറ്റിങ്ങിൽ എല്ലാവരും ഈ ഫേസ്ബുക്കിൽ നിന്നും പുറകെ നടക്കുന്ന സ്വപ്നം ജനിച്ചു ഇപ്പോൾ എനിക്കൊന്ന് 1.5 വയസ്സേ കൊച്ചിനായുള്ളൂ. ജീവിക്കുന്ന ഓർത്തല്ല. 5 ഓപ്പറേഷൻ കഴിഞ്ഞു 1.5 വയസ്സിനിടയിൽ. കരഞ്ഞ് നിൽക്കുക. അവർ ഞാൻ ഇന്ന് അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒത്തിരി അവർക്ക് മാറ്റം വന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്. ഒരു പ്രശ്നം വന്നാൽ ആർക്ക് നിൽക്കാൻ പറ്റും? ഞാൻ അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കും പറയാലോ കേട്ടോ. ഞാൻ ആളുകൾ ഫേസ് ചെയ്യുന്ന വിഷയം പറയുക. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോളാം. കാരണം കർത്താവിനെ കിട്ടിയാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടെന്നായി പറയുന്നത്. ഓർത്ത് നോക്കി എന്തെല്ലാം വിധത്തിൽ ഇന്നത്തെ ഇപ്പോഴത്തേക്ക് കല്യാണം നടന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന പിഞ്ചോമന കുഞ്ഞിന് പ്രശ്നമാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫും മുഴുവൻ എൻ്റെ പുറകെ പോകണ്ടേ? അപ്പം അതിനൊക്കെ പ്രാർത്ഥിച്ചോളാനല്ല ഇന്ന് രാത്രി പറയുന്നത്. കർത്താവിനെ മുമ്പിൽ വെച്ചു. അഥവാ കാല് വഴുതുന്നു എന്ന് തോന്നിയാലും അതിനകത്ത് ഇനി കൂടുതലൊന്നും ചെയ്യണ്ട. ഒറ്റ വിടി. ആ ബന്ധം കിടക്കുമ്പോൾ അപ്പനോടോ അമ്മയോടോ ആരോടും അല്ല, ദൈവത്തോട്. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് ചോദിക്കാതെ, അമ്മയോട് ചോദിക്കാതെ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞ് അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ മുമ്പിൽ വെച്ചതാ. എൻ്റെ വീട്ടിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇന്ന് സാമ്പ്രദമായിട്ട് സംസാരിച്ച് പറഞ്ഞൊരു കൊച്ച് ശ്രോത്രയില്ലേ അല്ലേ, കർത്താവിനെ മുമ്പിൽ വെച്ചതിൻ്റെ പേരിൽ അമ്മ മരിച്ചിട്ട് വീട്ടിൽ കയറ്റിയില്ല എന്നല്ലേ. അത്ര വില കൊടുത്ത് നിൽക്കുന്ന ഒരാ കൊച്ചിന് തന്നെ സ്തോത്രം, എനിക്കൊന്നും വിഷയമാകുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറിക്കൂടെ? പക്ഷെ കർത്താവിനെ തിരിച്ചറിഞ്ഞവർക്ക് എന്തിനേക്കാൾ വലുത് അതാണ്. അത്രയ്ക്ക് വില കൊടുത്ത് നിൽക്കുന്നവരുടെ മാർഗമാണിത്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ കാല് വഴുതുക സ്തോത്രം, അന്നേരം വാസ്തവത്തിൽ സ്തോത്രം ദൈവം കൈവിടുവോ? നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. പാസ്റ്റർക്കറിയില്ല, ആശാരി ഉപദേശി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സ്തോത്രം, ആശാരി ഉപദേശി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മോൾ, അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം, ഒത്തിരി വാക്കുകൾ പറയാൻ ഈ സമയമില്ല. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ മൂത്ത മോളുടെ കല്യാണം നടക്കുന്നു തിരുവനന്തപുരത്ത് വെച്ച്. കല്യാണം നടക്കുന്ന സമയത്ത് അദ്ദേഹം, അന്നത്തെ കാലത്ത് ഒത്തിരി പ്രസംഗരില്ലാത്ത കാലം,
ജനപ്രിയ പ്രസംഗിയാനിടെ നടക്കുമ്പോൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. ഒരു ഹോളിനകത്ത് വെച്ച, സഭാ ഹോളിനകത്ത് വെച്ച കല്യാണം നടക്കുന്നു. അതിൻ്റെ പുറത്ത് ഓല കൊണ്ട്, ഒറ്റ ഓല ഇങ്ങനെ കീറി മെടയുന്ന ഓല, ആ ഓല കൊണ്ട് ഒരു പന്തലിട്ടിരിക്കുക. അതിനകത്താണ് റിസപ്ഷൻ അന്ന്. അപ്പോൾ സ്തോത്രം, കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. 1000 പേർക്ക് ഇങ്ങനെ അന്നത്തെ കാലത്ത് തിരുവനന്തപുരം സ്റ്റൈലിൽ 3 കൂട്ടം പായസം കൂട്ടി ചോറ് ആഹാരം വെച്ചിരിക്കുക. ഒരു 12:30 ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര മഴക്കാറ് കയറി ഇടി വെട്ടി മഴ പെയ്യാൻ പോവുക. മഴ പെയ്താൽ ഈ ഇന്നത്തെ പോലെ ഓഡിറ്റോറിയം സൗകര്യമല്ല. അന്ന് ഓല കീറിക്കെട്ട്, ഓല എന്ന് പറഞ്ഞാൽ ഒറ്റ ഓലയാണ്. അപ്പം അത് വെറുതെ തണലുന്നേ ഉള്ളൂ, നനയാതെ ഒന്നും ഇരിക്കുകയില്ല. അപ്പോൾ അവിടെ ഈ ആഹാരത്തിന്, സദ്യക്ക് വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുന്നത് ഒരു നമ്പൂതിരി, അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ഈ സദ്യ ഒരുക്കുന്നത്, അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിക്ക് പെട്ടെന്ന് ഈ ഉപദേശി, ആശാരി ഉപദേശിയെ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് മഴക്കാറ് കണ്ടുകൊണ്ട് പറഞ്ഞു, മഴ പെയ്താൽ ഇത് മുഴുവൻ വെള്ളത്തിൽ പോകും, ഇരുന്ന് കൊടുക്കാൻ പറ്റിയല്ല, അപ്രതീക്ഷിതമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആശാരിയും ആകാപ്പാടെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കേട്ടതാണ്, പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. 2 തെളിവുണ്ട്, ഞാൻ കള്ളം പറയല്ല. അപ്പോൾ ഈ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, പേടിക്കണ്ട, ഞങ്ങളിങ്ങനെ പോകുന്നിടത്ത് പല പല തടസ്സങ്ങൾ വരാറുണ്ട്, മഴ പ്രശ്നമൊക്കെ തടസ്സം വരാറുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യാറുള്ള ഇതാണ്, ഒരു തേങ്ങ ഒഴിഞ്ഞിങ്ങ് തന്നേച്ചാൽ മതി, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുപോയി നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മഴ മാറും എന്ന് പറഞ്ഞു. ഏതും പോരാത്ത ആശാരി ഉപദേശിയോടെ പറയുന്നതെന്ന് ഓർത്തോളം കേട്ടോ. അതുവരെ ആശാരി ഞെട്ടി നിൽക്കുക. പുള്ളിയുടെ ഭാഷ അതാണ്. പുള്ളി നെഞ്ചു തിരുമ്മി നിൽക്കുക, ദൈവമേ മഴ പെയ്തെന്നാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഉള്ളിലെ ആ എരിവുകാരനായ ഉപദേശി ഉണർന്നു. പറഞ്ഞു, അവിടെ സുപ്രസിദ്ധമായ ക്ഷേത്രം തിരുവനന്തപുരത്തെ, ആ ക്ഷേത്രത്തിൻ്റെ പേര് കണ്ടു പറഞ്ഞു, അങ്ങോട്ടൊരു നാളികേരം കൊടുത്താൽ മതി, അത് ഉപദേശി അത് തലയ്ക്ക് ഒഴിഞ്ഞെങ്കിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഴ മാറും, ഞങ്ങളിത് ഒത്തിരി കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അന്നേരം ആശാരി പറഞ്ഞു, പായസത്തിൻ്റെ സാമ്പാറിൻ്റെയും കാര്യം നമ്പൂതിരി നോക്കിക്കും, മഴയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആശാരി തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇതല്ലേ, തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്പൂതിരി പറഞ്ഞു, അവരോട് ആരും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അടുപ്പിൻ്റെ അവിടെ പോയിട്ട് തീപ്പെട്ടി ഉണ്ടോ, ഒരു തീപ്പെട്ടി മേടിച്ചിട്ടുണ്ടോ. എന്നിട്ട് പുള്ളി ആ സഭാ ഹോളിൻ്റെ പുറകിൽ പോയിട്ട് തീപ്പെട്ടിക്കൊള്ളി ഊരിയിട്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഒരു തുള്ളി മഴ പെയ്താൽ ഞാനിത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. ദൈവത്തോടെ പറഞ്ഞ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, എൻ്റെ കൊച്ചൻ്റെ കല്യാണം നടക്കുക. നമ്പൂതിരി പറഞ്ഞ് കേട്ടല്ലോ, ഞാൻ അങ്ങേ വിശ്വസിച്ച് ആശാരി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. എൻ്റെ കൊച്ചൻ്റെ കല്യാണം കഴിഞ്ഞ ആളുകൾ ആഹാരം കഴിച്ച് വീട്ടിൽ ചെല്ലുന്നത് വരെയും ഒരു തുള്ളി മഴ പെയ്യരുത്. പെയ്യുവാണെങ്കിൽ ഞാനിത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് വീട്ടിൽ പോകും. പുള്ളിയുടെ ഭാഷയാണേ, പുള്ളി ഒരു സരസന. പുള്ളി പറഞ്ഞു, ദൈവം പേടിച്ചു പോയി. സത്യം. എന്നിട്ട് അടുത്ത ഭാഗം പറഞ്ഞത് കരയിപ്പിച്ച് കളഞ്ഞു എന്നെ. ഞാൻ ഒത്തിരി കരഞ്ഞു. അടുത്തതെന്നറിയാമോ, ഞാൻ തീപ്പെട്ടിയും കൊണ്ട് പോയിട്ട് പറഞ്ഞത് ചുമ്മാ ദൈവത്തെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ മൂത്ത മോള് ജനിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, നാട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ഒളിച്ചു പാർക്കുന്ന പോലെ ഒരു ഔദാര്യത്തിന് പാർക്കുക. തൃശ്ശൂർ പോയി. അപ്പോഴാണ് പുനലൂർ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത്, അന്ന് ഫോണില്ല, അവിടെ 7 പേരടങ്ങുന്നൊരു കുടുംബം രക്ഷിക്കപ്പെട്ടു. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ പ്രശ്നം, അന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്, രക്ഷിക്കപ്പെടുമ്പോൾ പ്രശ്നത്തിലായി. അപ്പം അദ്ദേഹം തിരിച്ച് തൃശ്ശൂർ വന്നിരിക്കുന്ന സമയത്ത് ആ വീട്ടുകാരൻ്റെ കെയർ ഓഫ് അഡ്രസ്സിൽ ഒരു എഴുത്ത് വന്നു. എഴുത്തിതാണ്, ആശാരി ഉപദേശിക്ക്, ഞങ്ങൾ പുനലൂരിൽ നിന്നാണ്, 7 പേരടങ്ങുന്ന കുടുംബം അന്ന് രക്ഷിക്കപ്പെട്ടു, ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു തൊഴിൽ പോലും തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ കത്ത് കിട്ടി 7 ദിവസത്തിനകം അങ്ങ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾ 7 പേരും ആത്മഹത്യ ചെയ്യും, വേറെ വഴിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഈ കത്ത് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് 7 പേരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു വന്നവർ ആത്മഹത്യ ചെയ്താൽ അത് വലിയ പ്രതിസന്ധിയാകുമെന്നുള്ള വിചാരത്തോടു കൂടെ അദ്ദേഹം
നിറവയറുമായിട്ട് പ്രസവിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ മൂത്ത മോളെ പ്രസവിക്കാൻ വേണ്ടി സ്വത്രം ഉദരത്തിൽ പേര് നിൽക്കുക. ദൈവത്തോട് ചോദിച്ചു, അറിയപ്പെടാത്തൊരു നാട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ ഭാര്യ വയറ് നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ ഇവിടെ നോക്കി ഇവിടെ നിന്നാൽ അവർ 7 പേര് മരിക്കും, ഞാൻ അവിടെ പോയാൽ ഇവിടെ കാര്യം എന്താണെന്നറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ അസ്വസ്ഥനായി. ആത്മഭാരമുള്ള ആ മനുഷ്യൻ 7 ആത്മാക്കൾക്ക് വേണ്ടി ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു കത്ത് വന്നു, ഞാൻ പുല്ലൂര് പോവാ. അപ്പം അവർ കാലെ വീണ്ടു പറഞ്ഞു, എനിക്കിവിടെ ആരെ അറിയില്ല, എൻ്റെ കന്നിപ്രസവമാണ്. ദൈവത്തെ വിശ്വസിച്ചിറങ്ങി വന്നു, ആരുമില്ല, എന്താണെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, 7 പേര് മരിക്കും, നിനക്കൊന്നും പറ്റിയല്ല, നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളൊരു പെട്ടിക്കകത്ത് ഡ്രസ്സും വെച്ചുകൊണ്ട് തൃശ്ശൂർ വന്ന് ട്രെയിനേ കയറി. രാത്രി മുഴുവൻ ബാത്റൂമിൻ്റെ വാതൊക്കെ കരഞ്ഞു. അപ്പം ഇവർക്ക് ഒറ്റയ്ക്കുള്ളൂ, പേടിയായിട്ട് പ്രസവവേദന ഉണ്ടായപ്പോൾ തൃശ്ശൂർ ആൽപ്പാറയുള്ള ഒരമ്മച്ചി, ഒരു വൈറ്റാട്ടി അമ്മച്ചിയോട് ദൈവം പറഞ്ഞു ഇന്ന വീട്ടിൽ ചെല്ലാൻ. അവർ ചൂട്ടും കത്തിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മാമ്മയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. അങ്ങനെ ആ അമ്മ കൂടെ നിന്നു. വീട്ടിൽ തന്നെയാണെന്ന് പ്രസവം നടന്നത്, വൈറ്റാട്ടിമാർ വന്ന അന്നത്തെ കാലം. അങ്ങനെ പ്രസവിച്ച മോളായത്. ആശാരി ഉപദേശി പുല്ലൂരി എന്നു അവർക്ക് വേണ്ടി അവിടെ കൂടെ ഇരുന്ന് ഉപവസിച്ചു. 21 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഉപവസിച്ചു. അന്ന് ഫോണൊന്നുമില്ല. 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറി വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭാര്യ പ്രസവിച്ചിട്ട് 20 ദിവസം കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോൾ കൊച്ചിനെ കണ്ടു. ഭാര്യയ്ക്ക് ഇച്ചിരി പണക്കം ഉണ്ടായി. നിങ്ങളല്ലേ സ്വത്രം, എൻ്റെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായെങ്കിലും സ്വത്രം പുള്ളി പറഞ്ഞു, എടി 7 പേര് ചത്തില്ല, നമുക്ക് കുഞ്ഞിനെയും കിട്ടി, ആർക്കും നഷ്ടം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞേക്ക്, അദ്ദേഹം പറയുക പ്രസംഗത്തിൽ, ആ മോളുടെ കല്യാണം നടക്കുന്നേ. അന്ന് ഞാൻ എത്ര കരഞ്ഞെന്നറിയോ. കാരണം ഈ മോള് ജനിക്കുമ്പോൾ ഈ അമ്മയെ നോക്കാതെ, കുഞ്ഞിനെ നോക്കാതെ 7 ആത്മാക്കൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇവരെ കാലേ വീണ ഭാര്യയെ തള്ളി മാറ്റിയിട്ട് താൻ സുവിശേഷം പറഞ്ഞ് 7 പേർക്ക് വേണ്ടി രാത്രി പുല്ലൂര് പോയി കിടന്ന് 21 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ മോള് വളർന്നു, അവൾ മിടുക്കിയായി. അവളുടെ കല്യാണം നടക്കുമ്പോൾ മഴ പെയ്താൽ ഞാനിത് തീപ്പെട്ടി ഉരച്ച് കത്തിക്കും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, ആ പ്രാഗൽഭ്യം കൊണ്ട് പറഞ്ഞതാ. മഴ മാറി, അന്തരീക്ഷം തെളിഞ്ഞു, മഴ ഒരു തുള്ളി പെയ്തില്ല, കല്യാണം നടന്നു. ഇന്നും അവർ ശുശ്രൂഷ മുഖത്തുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കർത്താവിനെ മുമ്പിൽ കണ്ടാൽ പിന്നെ ദൈവത്തിൻ്റെ അധികാരം എത്ര ശക്തമായിരിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റിയല്ല. നാളെ നിന്നെ, നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, നിന്റെ തലമുറയെ ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടൻ ദ്രോഹിക്കാൻ നോക്കിയാൽ, ദൈവത്തിനു വേണ്ടി വില കൊടുത്തവരാണെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ കാല് വഴുതുന്നു എന്ന് പറഞ്ഞാൽ മതി, താങ്ങാൻ ദൈവം വരുമെന്ന്. ഇത്രയ്ക്ക് ഗ്യാരണ്ടി ആയൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥന വന്നു എന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. ഈ മീറ്റിംഗ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഒരു ഹോളിനകത്ത് കൊള്ളാവുന്ന ആളുള്ളൂ. പക്ഷേ ഇതൊരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര പ്ലാനുണ്ട്. അതിന് നിങ്ങളൊന്നും ചെയ്യുന്നല്ല ഈ പറയുന്നത്. കർത്താവിനെ മുമ്പിൽ വെക്കുമ്പോൾ ലൈഫ് മാറും. നിങ്ങളുടെ മേൽ ഭയങ്കര അതോറിറ്റി ദൈവത്തിനുണ്ടാവും. നിങ്ങളെ ആരില്ലാതാക്കാൻ നോക്കിയാലും ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ, നിന്നെ ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കുകയല്ല. രോഗമോ, ഞാനത് വാക്ക് ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ഇവിടെ ഞാൻ പറയുക, നിനക്കെതിരെ ഏതൊക്കെ ആഭിചാരമോ ഏത് ദുഷ്ടശക്തിയെ കൂട്ടുപിടിച്ച് നിനക്കെതിരെ നേർച്ചയോ വഴിപാടോ എന്തൊക്കെ നടത്തിയാലും ദ്രവത്വം കാണാൻ ഈ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. അതിൻ്റെ ഏറ്റവും ഡീപ്പായ വിശദീകരണങ്ങൾ നാളത്തെ സെക്ഷനിൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നാളെ നിങ്ങളാരും വരാതിരിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ അവസാനിപ്പിക്കുക. നമുക്കെല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, ഞാൻ ഒത്തിരി ഫീലിങ്ങിലാണ് ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. എപ്പോഴും ഞാൻ വചനം പറയുമ്പോൾ ഒത്തിരി ഒരു ഫോർമാലിറ്റി ഇല്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ എപ്പോഴൊക്കെ ഞാൻ വചനം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആരെയൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്.
ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ഒത്തിരി ചേർത്ത് പിടിച്ചോണ്ട് പറയുക, നീ രക്ഷപ്പെടണമെന്ന് ആരെക്കാൾ അധികം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ വരെ വന്ന നീ ഒരിക്കലും വഴി പട്ടുപോകരുത്. കർത്താവ് പറയുന്നു, മുഖപക്ഷം കാണിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. അതിന് കർത്താവ് നിനക്ക് പറഞ്ഞു തരിക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയ്ക്ക് തലേ ദിവസം ടീച്ചർ വിദ്യാർത്ഥികൾ പരാജയപ്പെടരുതെന്നറിഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ അവസാനമായിട്ട് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാറുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിനാ ടീച്ചർ അത്ര ആത്മാർത്ഥത കാണിക്കുന്നേ? നീ തോക്കരുത്. ഇതുപോലെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ അടുക്ക് നിന്നുകൊണ്ട് പറയുക, നിന്റെ കാല് വഴുതരുത്, നിന്നെ ആരും പീഡിപ്പിക്കരുത്, നീ ഈ തെരുവിലൂടെ കരഞ്ഞോണ്ട് നടക്കരുത്, നീ ഒന്നുമില്ലാത്തവനായി പോകരുത്. അതിന് ദൈവം സമ്മതിക്കില്ല. പക്ഷെ നീ ദൈവത്തെ മുമ്പിൽ വെച്ച് കർത്താവിനോട് പറയണം, എന്നെ ലജ്ജിപ്പിക്കരുതപ്പാ. എത്ര പേർ ദൈവത്തോട് അങ്ങനെ പറയാൻ തയ്യാറാവും? ഒത്തിരി പേര് ഫേസ്ബുക്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ചർച്ചാണ് യോഗം ക്രമീകരിച്ചത്, ഇവരാണ് ഇതിന് വില മുടക്കിയത്. പക്ഷേ ദൂരത്തെവിടെയോ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്കും ഒരവസരം ലഭിച്ചു. ഞാൻ നിങ്ങളെ കൂടെ ഈ കൂടെ ചേർത്ത് പിടിക്കുക. 1000 പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും സ്ട്രോങ് മെസ്സേജ് ദൈവം തരിക. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പറയണം, ഞാൻ ഇന്ന് ആരൊക്കെ എതിർത്താലും എൻ്റെ കർത്താവിനെ 1ാം സ്ഥാനത്ത് വെക്കുക. അങ്ങേ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചോളാം. ഞാൻ മരണം വരെയും അങ്ങേ പിരിയില്ല. ഞാൻ അങ്ങയോട് കൂടെ നിന്നോളാം, അങ്ങേ മുമ്പിൽ കണ്ടോളാം. കർത്താവേ, എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയരുത്. എൻ്റെ മേൽ അങ്ങ് പരമാധികാരം എടുക്കണമെന്ന് പറ. അങ്ങ് എൻ്റെ മേൽ പൂർണ്ണ അതോറിറ്റി അങ്ങേക്കായിരിക്കണമെന്ന് പറ. അത് ദൈവം ചെയ്യും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് കർത്തൃദാസന്മാരുടെ കയ്യിലേക്ക് കൊടുക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞ പോലെ മക്കളെ എന്ന് വിളിച്ചോണ്ട് പറയാം, കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. നീ ദ്രവത്വം കാണില്ല, നീ ഇവിടെ ഒതുങ്ങിപ്പോകത്തില്ല. സ്വർഗം എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി ഒത്തിരി പേര് ഉള്ളത്തിൽ തൊട്ട് കരയുന്നുണ്ടപ്പ. എൻ്റെ കർത്താവ്, ഞാൻ ഈ എഴുതി വെച്ചതൊന്നും പറയേണ്ട വന്നില്ല. എൻ്റെ കർത്താവ് എല്ലാം പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റും. ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ ഒരുപാട് പേര് വരും. കർത്താവ് അത് ചെയ്യും. എൻ്റെ ദൈവത്തെ മുമ്പിൽ കണ്ട ഒത്തിരി പേര്, ഈ ചർച്ചിൻ്റെ ഹൈലൈറ്റ് അതായിരിക്കട്ടെ. യേശുവിനെ മുമ്പിൽ കണ്ടവരുടെ ഒരു വലിയ കൂട്ടമായി സഭ മാറട്ടെ കർത്താവേ. ഇന്നിവിടെ വന്നിരിക്കുന്നവരെല്ലാം അത് സ്വീകരിക്കട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും, കവിൾത്തടത്തിലൂടെയോ കണ്ണ് നിറഞ്ഞ മുത്തുമണി പോലെ കൺപോളകൾക്കകത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും, ദൈവമേ, ഈ സന്ദേശം കേട്ട് കുമിഞ്ഞു കൂടിയവരുണ്ടെങ്കിൽ അവരെ കർത്താവ് കണ്ടല്ലോ, അവരെ അനുഗ്രഹിച്ചേക്കണേ അപ്പാ. അടിയങ്ങൾ ഇവിടെ വന്നത് വെറുതെ ആകല്ലേ. സഭ എനിക്ക് വേണ്ടി മുതൽ മുടക്കി എന്നെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി കണ്ണുനീരോടെ എന്നെ ഏൽപ്പിച്ച ദൂത് ഇവിടെ വിതച്ചിട്ട് പോകുകയപ്പാ. ദൈവം ഇത് ഫലം കായ്ക്കാൻ ഇടയാക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.